morning, students. We'll continue to the problem. Show that the function f of z equal to imaginary part of z square by modulus of z not equal to 0. 0 z equal to 0. Is continuous at z equal to 0. Is continuous at z equal to 0. About function, complex function, continuous it should satisfy these three conditions. First condition limit z tends to z not f of z equal to L. Second condition, limit z tends to z not f of z equal to f of z not. Third condition, f of z not exists. These three conditions fulfill ചെയ്താൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് z tends to z not f of z. ലിമിറ്റ് z tends to z not എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0 ആണ്. f of z എന്ന് പറയുന്നത് എത്രയാണ്? ഇമാജിനറി പാർട്ട് ഓഫ് z സ്ക്വയർ. ഇമാജിനറി പാർട്ട് ഓഫ് z സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? z is equal to x plus iy. അപ്പോൾ z സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? x സ്ക്വയർ minus y സ്ക്വയർ plus i into 2xy. ഇമാജിനറി പാർട്ട് ഓഫ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2xy divided by മോഡുലസ് ഓഫ് z എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് x സ്ക്വയർ plus y സ്ക്വയർ. റൂട്ട് ഓഫ് x സ്ക്വയർ plus y സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് ഇവിടെ y is equal to mx എന്നൊരു പാത്ത് ചൂസ് ചെയ്യാം. y is equal to പാത്ത്. ഒരു പാത്തിലൂടെ പാത്ത് ചൂസ് ചെയ്തതിനു ശേഷം ലിമിറ്റ് z tends to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x tends to 0, y tends to 0. 2x into y ക്ക് നമ്മൾ mx കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? mx divided by root of x square plus m square x square എന്ന് കിട്ടും. That is limit x tends to 0, 2x square into m divided by x into root of 1 plus m square. x square റൂട്ടിന് പുറത്ത് വരുമ്പോൾ x ആവും. ഒരു x നമ്മൾ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2 ലിമിറ്റ് x tends to 0, 2xm by root of 1 plus m square. x tends to 0 ആവുമ്പോൾ ആൻസർ എത്ര കിട്ടും? 0. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. ഈ ലിമിറ്റ് യൂണിക് ആണ്. ലിമിറ്റ് ഈസ് യൂണിക്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് z tends to 0, f of z. നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 0 ആണ്. രണ്ടാമത്തെ കണ്ടീഷനും ഫുൾഫിൽ ചെയ്തു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? f of 0 എന്ന് പറയുന്നത് എത്രയാണ്? f of 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. Therefore, this complex function f of z satisfies these three conditions. Therefore, the complex function is continuous at z equal to 0. The function is continuous at z equal to 0. Okay, എഴുതിയെടുത്തു.